ശരി, ശ്രീ ജയേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ തെളിവുകൾ കിട്ടണം, പരിശോധിക്കണം, അതിനുശേഷം അതിലെടുക്കുന്ന സമയം, ഇതാണല്ലോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF യോഗത്തിലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. ഇപ്പോൾ ഇതാ തെളിവുകളടക്കം രേഖകളടക്കം ഒരു കേസിന്റെ കാര്യത്തിൽ പുറത്തുവിടുന്നു. അവിടെയും RSS ബന്ധമാണ്. RSS ബന്ധം എന്നുള്ളത് CPM നേതാക്കളിലേക്ക് അന്വേഷണം തിരിച്ചുവിടാൻ നടത്തിയ ശ്രമം എന്നുള്ള ഗുരുതരമായ ആരോപണം. അതിന്റെ തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഇപ്പോൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനതാണ് പറഞ്ഞുകൊണ്ടിരുന്നതും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ സ്മൃതിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് അവിടെ വിട്ടു, ഞാനും വിട്ടു. ഇപ്പം വീണ്ടും ചോദിച്ചുകൊണ്ട് മാത്രം വീണ്ടും പറയുകയാണ്. ആ വിഷയത്തിൽ സ്വാമി സന്ദീപാനന്ദഗിരി തന്നെ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ചില കാര്യങ്ങൾ. ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴാണ് പരിപൂർണമായി തെളിഞ്ഞത്. കാരായ രാജൻ അടക്കമുള്ളവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. IP ബിനു ഉണ്ട് അക്കാര്യത്തിൽ. അദ്ദേഹം മാത്രമല്ല, തിരുവനന്തപുരത്ത് IP ബിനു ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അവരെയൊക്കെ കൊടുക്കാനുള്ള പോലീസ് തത്രപ്പാടുകൾ പോലീസ് വളരെ വലിയ തോതിൽ ആണ് ആസൂത്രണം ചെയ്തത്. പക്ഷേ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് മുഴുവൻ കാര്യങ്ങളും തെളിഞ്ഞത്. ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. അത് കോടതിയിൽ വിചാരണ ഘട്ടം പോലും ആയിട്ടില്ല. അത് തുടങ്ങുമായിരിക്കും. എപ്പോൾ തുടങ്ങിയാലും ആ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് സ്വാമി പറഞ്ഞത്. അതിനോട് അന്നും യോജിക്കുന്ന ആളാണ് ഞാൻ. കാര്യം സ്വാമി സന്ദീപാനന്ദഗിരിയെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ കാപട്യം കൊണ്ടു നടക്കുന്ന ആളല്ല, മറ്റ് പലരെയും പോലെ, ആ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു പലരെയും പോലെ. പക്ഷെ അദ്ദേഹത്തിന് എനിക്കൊരു ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ കത്തിച്ചതാണ് നടക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനെതിരെ അദ്ദേഹത്തിനൊന്നും മിണ്ടാനില്ല, അദ്ദേഹം മിണ്ടാറുമില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് പോയപ്പോൾ കാര്യങ്ങൾ നേരെ തെളിഞ്ഞു. സ്മൃതി, ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലർക്കെതിരെ, ഇപ്പം രാജു പി നായർ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ, മലപ്പുറത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അല്ല, പ്രിയ സുഹൃത്തെ രാജു പി നായർ, ഞാൻ മലപ്പുറത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ല ഉദ്ദേശിച്ചത്. മുസ്ലിം കമ്മ്യൂണിറ്റി, കേരളത്തിലുള്ള 28% മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ തരത്തിലാണ് അവരതിനെ കാണുന്നതെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അകത്ത് 28% പ്രാക്ടീസിങ് മുസ്ലിംസ്, അവരെയാണ് ഇവർ റെപ്രസെന്റ് ചെയ്ത് കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ അവർക്ക് ഇരവാദമില്ല. കാരണം എന്താണ്? അൻവർ MLA ആണ്. MLA എന്നുള്ള നിലയ്ക്ക് തന്നെ ആ വിവരങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പോ അതൊരു ചുരുക്കലല്ലേ? ആ വിഷയത്തിന്റെ ഗൗരവം വേറെ രൂപത്തിൽ അതിനെ ചുരുക്കി കാണലല്ലേ? അങ്ങനെ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമാണ് ഇത് എന്ന രൂപത്തിൽ മലപ്പുറത്തുനിന്നായതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ശ്രീ ജയേന്ദ്രൻ, എന്ത് മോശമാണ് അങ്ങനെ ആലോചിക്കുന്നത്? ഇപ്പോൾ അതിൽ ആരോപണ വിധേയരായ പോലീസുകാർ ആ വിഭാഗത്തിൽ നിന്നാണോ? അവരുടെ പ്രതിനിധിയായിട്ടാണ് PV അൻവർ സംസാരിക്കുന്നതെന്നാണോ? അല്ല, ഞാൻ പറയട്ടെ സ്മൃതി, സ്മൃതി പറയുന്നത് ഇത് ചുരുക്കലാണെന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ അതിൻ്റെ വക്രീകരണമായിട്ട് എനിക്ക് കാണാൻ കഴിയൂ. കാരണം അതിൻ്റെ എല്ലാ ഗൗരവത്തിലും വലിപ്പത്തിലുമാണ് ഞാൻ പറയുന്നത്. അത് ചുരുക്കലല്ല. പക്ഷേ താങ്കളത് കാണുന്നത് ചുരുക്കലായിട്ടാണ്. അതിൽ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യണം. ആരഡ്രസ്സ് ചെയ്യണം? ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യണം, CM അഡ്രസ്സ് ചെയ്യണം, പാർട്ടി അഡ്രസ്സ് ചെയ്യണം. അത് വേണ്ടി വരും. LDF അഡ്രസ്സ് ചെയ്യണം. അത് വേണ്ടി വരും. കാരണം സംഘീവൽക്കരണത്തിന്റെ പ്രശ്നമല്ല. മുസ്ലിം ശത്രുത എന്നുള്ളതും ഒരു പരിധിവരെ ഇസ്ലാമോഫോബിക്കായിട്ട് മാറുന്നുണ്ടോ പോലീസ് എന്നുള്ളതൊക്കെ അപ്പോൾ അവരെ ഭരിക്കുന്നത് എന്ത് നിലപാടാണ്, എന്ത് നയമാണ്? എന്ത് RSS നിലപാട്? ഇത് RSS നിലപാടാണോ? അത് തലതിരിഞ്ഞവർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? തലതിരിഞ്ഞ ആശയഗതിയും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് രാജു പി നായർ ഇതൊക്കെ ഞാൻ പറയുന്ന RSS ആശയമാണെന്ന് പറയുന്നത്. എന്ത് RSS? അതായത് വിഭാഗീയത ഉണ്ടാക്കുന്ന സംഘടനയാണ് RSS എന്ന നിലപാട് താങ്കൾക്കില്ല എന്നാണോ? CPM ഇല്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതല്ലേ ആവർത്തിച്ച് ഇവിടെ CPM പറയാറ്? എന്റെ നിലപാട് ഞാൻ പറഞ്ഞത് രാജു പി നായർ പറയുന്ന RSSന്റെ ആശയഗതിയാണ് ഞാൻ പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇത് RSSുമായി ഷെയർ ചെയ്യുന്ന ഒരു ആശയമേ അല്ല. അവർ ഇതിനോട് ഒരു കാലത്ത് യോജിക്കാനും പോകുന്നില്ല. എന്താണെന്നറിയാമോ കാരണം? ഇത് RSSന്റെ താല്പര്യമാണ് പോലീസിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നേരിട്ടല്ല, RSSന് നേരിട്ട് ഇടപെടലില്ലാതെ തന്നെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, RSSന് നേരിട്ട് ഇടപെടലില്ലാതെ തന്നെ RSSന് വേണ്ടി എന്ന നിലയിൽ പല കാര്യങ്ങളും പോലീസിൽ ചെയ്തു വരുന്നുണ്ട്. അത് RSS പറഞ്ഞിട്ടാണ് എന്നുള്ളതിലേക്ക് എനിക്ക് പറയാൻ ഇപ്പൊ തെളിവുകളില്ല. അങ്ങനെ തെളിവ് ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ തെളിവ് വേണമെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം. അതാണ് അൻവർ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അൻവർ പറയുന്നത് പിടിക്കുന്നത് പി ശശിയാണെന്നുള്ളതാണല്ലോ. എനിക്ക് അന്വേഷണ ഏജൻസികളില്ലല്ലോ. അല്ല, എനിക്ക് അന്വേഷണ ഏജൻസികളും താങ്കൾക്ക് അന്വേഷണ ഏജൻസികളില്ല. ഇടത് ഘടകകക്ഷികൾക്കും LDF ഘടകകക്ഷികൾക്കും അന്വേഷണ ഏജൻസികളില്ല. അന്വേഷണ ഏജൻസികൾ ഉണ്ടായിട്ടാണോ ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുക? അങ്ങനെയല്ലല്ലോ. ഇന്ന് നോക്കൂ, യോഗത്തിൽ നടന്ന കാര്യം ഒരു നടപടിയും ഉണ്ടായില്ല. നോക്കൂ, ഈ വിവാദം നോക്കൂ, സംസ്ഥാനമാകെ ഞാൻ യോഗത്തിലെ നേതാക്കളുടെ പ്രതികരണം ഒന്ന് പറയട്ടെ. സംസ്ഥാനമാകെ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ടും വിവാദം മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല. RJD നേതാവ് വർഗീസ് ജോർജ് ആവശ്യം ഉന്നയിച്ചതോടെയാണ് ചർച്ചയ്ക്ക് തയ്യാറായത്. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന CPIയും CPM ഉള്ള ചർച്ചയിൽ, അവർ മാത്രമുള്ള ചർച്ചയിലും CPI ആവശ്യപ്പെട്ടിരുന്നു. കർശന നിലപാട് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ചർച്ച ചെയ്തില്ല. മന്ത്രിസഭായോഗത്തിലും ചർച്ച ചെയ്തില്ല. LDF യോഗത്തിൽ അത് അജണ്ടയാക്കി പോലും വച്ചില്ല. അപ്പോൾ ഇത് അജണ്ടയാക്കാഞ്ഞ സമയത്ത് ഈ സമിതി യോഗത്തിൽ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് ചർച്ച ചെയ്യുകയെന്ന് RJD നേതാവ് വർഗീസ് ജോർജ് ചോദിച്ചു. അങ്ങനെ ഇടപെട്ടതിന് ശേഷമാണ് ഇത് ചർച്ചയിലെങ്കിലും എടുക്കാനുള്ള തീരുമാനമുണ്ടായത്. നോക്കൂ, ഇവിടെ കേരളം മുഴുവൻ ചർച്ചയാണ്. ഇത്രയും ദിവസമായിട്ടും ഭരണകക്ഷി MLA ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഭ്രാന്ത് പറയുകയാണെന്ന മട്ടിലാണോ CPM കാണുന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ PV അൻവറിനെതിരെ നടപടിയെടുക്കൂ. അല്ല, അങ്ങനൊന്നും അല്ല. എന്താണെന്നറിയാമോ, താങ്കൾ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഈ അൻവറിൻ്റെ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രശ്നം 7,800 പേര് പങ്കെടുത്തു, ആ കാര്യങ്ങളൊക്കെ പരാതി പറയുന്നുണ്ടല്ലോ. അതിനുശേഷം LDFന്റെ കുറേ ആൾക്കാരെയാണ് ഈ SP-യുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ആരാണ് SP? ശശിധരൻ. അത് പ്രത്യേകം പറയുന്നുണ്ട് പേര്. ഇന്നലെ ഉണ്ടായ സംഭവം അറിയാമല്ലോ, ആർക്കാണ് മാറ്റം ഉണ്ടായതെന്ന്. ആ ടീമിന് തന്നെ മാറ്റം ഉണ്ടായല്ലോ. അപ്പോൾ അൻവറിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ ഏറ്റവും ഗൗരവമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് അന്വേഷിക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ DGPയുടെ ടീം അന്വേഷിക്കുന്നത്. അവരുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് ഈ ടീമിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവുന്നത്. വെറുതെ ഒന്നുമല്ല. അപ്പോൾ ഈ മലപ്പുറത്തെ കാര്യത്തിൽ തീരുമാനമുണ്ടായി, അപ്പോൾ അത് മതി എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? അല്ല, ആര് പറഞ്ഞു അത് മതി? 6ാമത്തെ കാര്യമാണല്ലോ സോളാർ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അത് പരാതിയിൽ 6ാമത്തെ കാര്യമാണ് സോളാർ വിഷയം പറയുന്നത്. അത് ഗൗരവമായിട്ട് അന്വേഷിക്കാൻ DGPയുടെ ടീം അത് വരുന്നുണ്ട്. 14 കാര്യങ്ങൾ വരുന്നുണ്ടെന്നേ. അത് ചെറിയ കാര്യമൊന്നുമല്ല. അല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അന്വേഷിക്കാൻ പോകുന്നതല്ല. ഈ പരാതിയിൽ പറയുന്ന 14 കാര്യങ്ങളിൽ 6ാമത്തതാണ് സോളാർ വിഷയം. അത് അന്വേഷിക്കുന്നുണ്ട്. ADGPയുടെയും SP-യുടെയും ഇന്റലിജൻസ് സംവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്നേ ഇല്ലേ ശ്രീ M ജയചന്ദ്രൻ? ADGP ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നറിയാമായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് ചുമതലയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാലിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങോട്ടേക്ക് അന്വേഷണം പോകരുത് എന്ന പരാതിക്കാരിയോട് പറഞ്ഞു. അങ്ങോട്ട് അവർക്ക് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കേണ്ടതില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കരുതലോടെ. അതാണ് മനസ്സിലാവാത്തത്. ഇത്രയും ഗുരുതരമായ ആരോപണമായിട്ട് ഇന്നും ചേർത്ത് പിടിക്കുകയാണ്. അല്ല, കരുതലോടെ ചേർത്ത് അതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? അതാണ് അത്ഭുതപ്പെട്ടു പോകുന്നത്. അങ്ങനെ ചേർത്ത് പിടിച്ചതൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥന്റെ പേരിലാണ് അന്വേഷിക്കുന്നത്. ഇത് 6ാമത്തെ പരാതി ഇങ്ങനെയാണ്. കേരളീയ സമൂഹം നീതിക്ക് വേണ്ടി കാതോർത്തുന്ന സോളാർ കേസിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും കുറ്റവാളികൾ രക്ഷപ്പെട്ടത് ADGP അജിത് കുമാറിന് ഇടപെടലാണെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് നൽകിയ ശബ്ദ സന്ദേശം വളരെ ഗൗരവത്തിലെടുത്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. 6ാമത്തെ പരാതി അത് അന്വേഷിക്കുകയാണ്. CBIക്ക് വിട്ടതാരാണ്? ഏത് CBI? അല്ല, അതുകൊണ്ട് അല്ല, അതിന്റെ കാര്യം തന്നെയാണല്ലോ വരുന്നത്. പറഞ്ഞല്ലോ CBI റിപ്പോർട്ടിൽ ചില പരാമർശങ്ങളുണ്ടല്ലോ. ആ പരാമർശത്തിലുള്ള ആൾ ഇവിടെ മന്ത്രിയായിട്ട് വിലസുന്നുണ്ടല്ലോ. അത് നമ്മൾ തമ്മിൽ എന്തൊരു അക്കാര്യത്തിലൊരു ചോദ്യോത്തര പങ്ക്തി വേണ്ടല്ലോ. അതെന്താണ്? പൊതുജനങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ വീണ്ടും സോളാർ എന്ന് പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഞാൻ ഓർമ്മിപ്പിക്കുകയല്ലോ. ഇടയ്ക്ക് രാജു പി നായർ ചോദിച്ചല്ലോ. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാര്യം, 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ ഓർമ്മിക്കുന്നതല്ല. DGP അന്വേഷിക്കുന്ന കേസുകളിൽ ഈ 14 എണ്ണത്തിൽ ഈ 6ാമത്തതാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത്.
ADGP അതിന്റെ അകത്ത് പ്രതിയാണ്. ഗവർണർ ഇന്ന് മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയ ഒരു വിഷയമുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ ശ്രീജേന്ദ്രൻ? ഗവർണർ ഇന്ന് റിപ്പോർട്ട് തേടിയ ഒരു വിഷയമുണ്ട്. അത് താങ്കൾ കണ്ടിരുന്നോ? പിന്നെ അത് നമ്മൾ ആരെങ്കിലും കാണാതിരിക്കുവോ? ഗവർണറല്ലേ, കേരളത്തിന്റെ തലവനല്ലേ, ആരാ കാണാതിരിക്കുന്നത്? ഫോൺ ചോർത്തൽ ഗുരുതരമായ ആരോപണമാണ്. അത് നന്നായി, ചോദിച്ചത് നന്നായി കേട്ടോ. ഞാൻ ചോദ്യം വന്നാലേ പറയൂ എന്ന് തീരുമാനമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത് നന്നായി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്താണെന്നറിയാമോ, ഇപ്പോ ഞാനും താങ്കളും ഈ പാനലിരിക്കുന്ന ബാക്കിയുള്ളവരും ഒക്കെ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പം മറ്റേത് 66F പ്രകാരമുള്ള അന്വേഷണമൊക്കെ മാറ്റി വെക്കട്ടെ. ഇപ്പൊ അൻവർ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ചോർത്തിയിട്ടുണ്ട്, എന്റെ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പൊ ആൻഡ്രോയിഡ് ഫോണിൽ ഈ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആരുടെ ആൻഡ്രോയിഡ് ഫോണിലും ഉണ്ടത്. നമുക്ക് സംസാരിക്കുമ്പോൾ അത് ആ വലതുവശത്ത് മുകളിലുള്ള 3 ബട്ടൺ ഉണ്ടല്ലോ, 3 കുത്തുണ്ടല്ലോ, അതിൽ അമക്കിയാൽ സാധനം വരും, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ റെക്കോർഡ് ചെയ്യാം. അത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ IT ആക്ട് പ്രകാരം നിരോധിക്കട്ടെ യൂണിയൻ ഗവൺമെന്റ്. അന്നേരം ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് എടുത്ത് കളഞ്ഞോളും. അല്ലാതെ ആർക്കാരെ വിളിച്ചാലും ഈ ആൻഡ്രോയിഡ് ഫോണിൽ, മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു നിയമവിരുദ്ധതയുമില്ല. ഫോണിൽ വരുന്ന കോൾ റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറഞ്ഞത് ശ്രീജേന്ദ്രൻ. ഫോണിൽ വരുന്ന കോൾ റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. അതൊക്കെ വേണമെങ്കിൽ എല്ലാ ഫോണിലും സംവിധാനമുണ്ട്. അതല്ല ചോദ്യം. ഫോൺ ചോർത്തലാണ്. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തലാണ്. ഫോൺ ചോർത്തൽ നടത്തുന്നു എന്ന ഒരു സൈബർ പോലീസുകാരൻ തന്നെ പറഞ്ഞ ശബ്ദരേഖയും പുറത്തുവിട്ടല്ലോ PV അൻവർ. ഉണ്ട്, അല്ല ഉണ്ടെന്നേ, അത് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, ഈ പരാതിയിൽ ഇത് പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ അടക്കം, മാധ്യമപ്രവർത്തകരുടെ അടക്കം, മറ്റ് മന്ത്രിമാരുടെ അടക്കം ചോർത്തുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ അതും ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 13 പരാതിയിൽ അതും 5ാമത്തെ പരാതി. താങ്കൾ ഈ എണ്ണമിട്ട് വെച്ചത് നന്നായി ശ്രീജേന്ദ്രൻ. ആ എണ്ണത്തിന്റെ കണക്കനുസരിച്ചായിരിക്കില്ല ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് സമയം സാങ്കേതികത്വവും തടസ്സവും ഒക്കെയാണല്ലോ, നടപടിക്രമത്തിലെ തടസ്സമൊക്കെയാണല്ലോ. 1 മാസമാണല്ലോ DGPക്ക് സമയം ശ്രീജയേന്ദ്രൻ. ആ 1 മാസത്തിനുള്ളിൽ കൊടുത്താൽ പോരാ ഗവർണർക്ക് റിപ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യും? അല്ല, എന്റെ ബോധ്യം അങ്ങനെ മതിയാകുമെന്നാണ്. നിന്നെ ആളെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഗവൺമെന്റ് വെയിറ്റ് ചെയ്യുകയാണ് എന്നല്ലാതെ ഗവൺമെന്റ് എന്ത് പറയാൻ പറ്റും? റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും അന്വേഷിക്കാതെ? അത് ഗവർണറല്ല, ആഭ്യന്തര വകുപ്പ് ഡൽഹിയിൽ ചോദിച്ചാലും വേറെന്ത് പറയാൻ പറ്റും? അന്വേഷണത്തിൽ ഈ കത്തിന് മറുപടി കൊടുക്കണം, നിശ്ചയമായും കൊടുക്കണം. പക്ഷെ ഇതാണ് ഗവൺമെന്റ് എന്നിങ്ങനെ എണ്ണമിട്ട് നിരത്തിയിട്ടുള്ള ആരോപണങ്ങൾ താങ്കൾക്ക് അതിന്റെ ഓർഡർ അനുസരിച്ച് അറിയാം. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ തുടരണം. അക്കാര്യത്തിൽ തർക്കമില്ല അല്ലേ? അല്ല, എന്റെ തർക്കത്തിന്റെ പ്രശ്നമല്ലല്ലോ. ഇന്ന് നമ്മളെ തുടങ്ങിയത് തന്നെ LDF യോഗത്തിന്റെ തീരുമാനപ്രകാരമല്ലേ. അവർ യോജിച്ചു, തർക്കിച്ചിരുന്നു. പക്ഷെ അവർ യോജിക്കുകയല്ല ചെയ്തത്, അവർ വിയോജിപ്പ് അറിയിക്കുകയാണ് ചെയ്തത്. താങ്കൾക്ക് പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലായില്ലേ? അത് വിയോജിപ്പ് അറിയിക്കുക അങ്ങനല്ലല്ലോ. അത് താങ്കളുടെ മനസ്സിലാക്കേണ്ട പ്രശ്നം മാത്രമായിട്ട് ഞാൻ കരുതൂ. കാരണം അവർ തർക്കിച്ചു, വിയോജിച്ചു, പക്ഷെ ഒടുവിൽ കൂട്ടായ തീരുമാനത്തിലെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. താങ്കൾ അങ്ങനെയല്ല മനസ്സിലാക്കിയെങ്കിൽ എനിക്കറിയാം, എന്ന് പറയാനില്ല അതിനെപ്പറ്റി. നമുക്ക് നാളെ നോക്കാം ഘടകകക്ഷികളുടെ കർശന നിലപാട് നാളെ വേറെ രൂപത്തിൽ വരുന്നോ എന്ന്. CPI അകത്തും പുറത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. CPM യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പറയാൻ ഉദ്ദേശിച്ചില്ല. LDF യോഗത്തിൽ അജണ്ട പോലും വെച്ചില്ല. അടിയന്തരമായി ചെയ്യേണ്ട കാര്യം സഖാക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അത് മതി തൽക്കാലം അല്ലേ? അല്ല, അത് താങ്കൾ പറഞ്ഞതുപോലെ നാളെ നമുക്കറിയാം എന്താണ് ഘടകകക്ഷികൾ പരസ്യമായ നിലപാടെടുക്കാൻ പോകുന്നത്. നാളെ അറിയാമല്ലോ. ഇന്നിപ്പോ വർഗീസ് ജോർജ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബിനോയ് വിശ്വം ഒന്നും പറഞ്ഞില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആരൊക്കെയാണ് നാളെ ഇത് സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് നാളെ നോക്കാമല്ലോ. ശരി, നമുക്ക് നോക്കാം.